നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, വല്ല കൂലിപ്പണിക്ക് പോയാലും ദിവസം 1000 ഉണ്ടാക്കാന്ന്. പക്ഷെ ആ 1000 ഉണ്ടാക്കുന്നത് എത്ര? ഹലോ ഗൈസ്, അപ്പം വിഷയം മറ്റൊന്നുമല്ല, വീട്ടിൽ ചെറിയൊരു കോമ്പൗണ്ട് പണി. ഈ കോമ്പൗണ്ട് കെട്ടുന്ന പണിയേ പണിക്കാർക്കൊപ്പം മാമനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ കയറി. പണ്ട് ഇതുപോലെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തള്ളുവണ്ടി തള്ളിയതും മറ്റേ മണ്ണെടുക്കുന്നതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലങ്ങ് കയറി. ഇപ്പം കുറേ ദിവസങ്ങൾ ചെയ്യാറില്ല, പണ്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. മാമൻ വെട്ടി വയ്ക്കുമ്പോൾ ഞാൻ തള്ളും, ഞാൻ വെട്ടി വയ്ക്കുമ്പോൾ മാമൻ തള്ളും. മാമ ഒന്ന് തള്ളുമ്പോൾ ഞാൻ 2 തള്ളും. അങ്ങനെയാണ് ചെയ്തത്. ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. ഒരു 10-20 വണ്ടിയൊക്കെ നല്ല നിസ്സാരം പോലെ നിഷ്പ്രയാസം തള്ളി. അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ പണി മനസ്സിലായത്. കാണുമ്പോൾ അത്ര വലിയ പാടൊന്നും തോന്നൂലെങ്കിലും 20 വണ്ടിക്ക് ശേഷം എൻ്റെ എവിടെയോ ഒക്കെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ പണിയെടുക്കാതൊക്കെ ഇരുന്നിട്ടേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കയറി പണിയെടുക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണ് മാമൻ പറഞ്ഞത്. ഇതൊക്കെ സ്വാഭാവികമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പുറത്ത് കിടക്കുന്ന ഈ സാൻഡ് അകത്ത് കൊണ്ടുപോകണം. ഇതാണ് പണി. പറയാൻ സിമ്പിളാണെങ്കിലും ചെയ്യുമ്പോൾ അത്ര സിമ്പിളായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് വീഡിയോ എൻ്റെ അമ്മ എടുത്തു, ബാക്കിയൊക്കെ ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ക്ലാരിറ്റി ഇച്ചിരി മോശമാണ്. ഞാൻ കഥയിലോട്ട് വരാം. അമ്മയും മാമനൊക്കെ നേരത്തെ പറഞ്ഞേട്ടാ വൈകി നിർത്താൻ. ഞാൻ ഒരുപാട് മുടി പണിട്ടാ ഏമ്പേച്ച നാനേ കേൾക്കാൻ മാട്ടാ, അങ്ങനെയൊക്കെ ഡയലോഗും അടിച്ച് അതുകൊണ്ട് പകുതി വെച്ച് നിർത്താനും പറ്റൂല, നാണക്കേടല്ലേ. എൻ്റെ ഉള്ളിനൊക്കെ ആരോ വിളിക്കുന്നുണ്ട്, എടാ മതിയാക്ക്, നീ ഇപ്പം വീഴും അങ്ങനെയൊക്കെ. ഒന്നത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഒരു ആശ്വാസം എന്ന് വെച്ചാലേ ഓൾറെഡി കറുപ്പായോണ്ട് പിന്നെ വെയിലുകൊണ്ട് കറുക്കൊന്നും പേടിക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഐ ആം എക്സിസ്റ്റ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു, കുളിച്ചു, അവിടെ നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് വീഴ്ത്തിട്ടുണ്ട്. സത്യം പറഞ്ഞല്ലേ ഭയങ്കര പാടാണ്, നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്ക് ആദ്യം ഒരു സല്യൂട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, വല്ല കൂലിപ്പണിക്ക് പോയാലും ദിവസം 1000 ഉണ്ടാക്കാന്ന്. പക്ഷെ ആ 1000 ഉണ്ടാക്കുന്നത് എത്രത്തോളം കഷ്ടപ്പാടെന്ന് പറയുന്നവർക്ക് അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ജോലികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ടച്ചില്ലാതെ കുറേ വർഷം ചെയ്യാതിരുന്നു. പക്ഷെ ഇപ്പം ചെയ്തപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്തിട്ടേ ഇങ്ങനെ കുളിച്ച് വരുമ്പോഴേ എന്തോ ഒരു ഫ്രഷ്നെസ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.